ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കൂടെ കിടന്നാൽ അവസരം. ലൈംഗിക പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ മലയാളത്തിലെ 12 നായികമാർ. തനിക്കും തന്റെ ഡ്രൈവറിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി പത്മപ്രിയ രംഗത്തെത്തിയിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു പത്മപ്രിയയുടെയും വെളിപ്പെടുത്തൽ. സംഭവത്തിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നടി പറഞ്ഞിരുന്നു. സിനിമാ സംഘടനകളും മൗനം പാലിച്ചു. സിനിമാ സെറ്റിൽ അനുവദിച്ച വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായത്. ഇക്കാര്യം സംവിധായകനോട് പറഞ്ഞപ്പോൾ എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നതിന് പകരം മൗനം പാലിക്കാനായിരുന്നു സംവിധായകൻ നിർദ്ദേശിച്ചത്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനമാണ് ഇത്തരം പീഡനങ്ങൾ കൂടുന്നതിന് കാരണമെന്നും പത്മപ്രിയ പറഞ്ഞു. ധനം എന്ന ചിത്രത്തിലൂടെയാണ് ചാർമിള മലയാള സിനിമയിൽ എത്തിയത്. തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയായ ചാർമിളയ്ക്ക് മലയാളത്തിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായത്. തമിഴ് സിനിമാ ലോകത്ത് തനിക്കൊരു അമ്മയ്ക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ലഭിക്കുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ല. ചെറുപ്പക്കാരായ 3 പയ്യന്മാർ സിനിമയുടെ കഥ പറഞ്ഞ് തന്നെ കോഴിക്കോട് വിളിച്ചു വരുത്തി കൂടെ കിടക്കാൻ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു ചാർമിളയുടെ വെളിപ്പെടുത്തൽ. വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് പ്രയാഗ മാർട്ടിന് ദുരനുഭവം ഉണ്ടായത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നടിയോട് മോശമായി പെരുമാറുകയായിരുന്നു. നടി പ്രതികരിച്ചപ്പോൾ വിഷയം വിവാദമായി. ഒടുവിൽ സെറ്റിൽ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി നടിയോട് ഇയാൾ പരസ്യമായി മാപ്പ് പറഞ്ഞു. എന്നാൽ പിന്നീട് ഇതേ വ്യക്തി നടിയെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വിഷയത്തിൽ നടി അമ്മയിൽ പരാതി നൽകുകയും വേണ്ട നടപടി സ്വീകരിക്കുകയുമായിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് കാതൽ സന്ധ്യയും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ചെന്നൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് തനിക്ക് നേരിട്ട ലൈംഗിക പീഡനത്തെക്കുറിച്ച് സന്ധ്യ വെളിപ്പെടുത്തിയത്. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചായിരുന്നു ആ സംഭവം. അതിനാൽ പരാതി നൽകാൻ കഴിഞ്ഞില്ല എന്ന് കാതൽ സന്ധ്യ പറഞ്ഞു. ചാനൽ പ്രമുഖനിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ട്വിറ്ററിലൂടെയാണ് വരലക്ഷ്മി ശരത് കുമാർ വെളിപ്പെടുത്തിയത്. അരമണിക്കൂറോളം സംസാരിച്ച ശേഷം ചാനൽ പ്രമുഖന് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുകയായിരുന്നു. ദേഷ്യം മറച്ചുവെച്ച് ഞാൻ അയാളോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ സിനിമയല്ലേ, ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുക. ഞാനൊരു സ്ത്രീയാണ്, മാംസപിണ്ഡമല്ല. അഭിനയം എന്റെ തൊഴിലാണ് എന്നാണ് അത്തരക്കാരോട് വരലക്ഷ്മി പറയുന്നത്. അടുത്തിടെ മലയാള സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ലക്ഷ്മി രാമകൃഷ്ണനും വെളിപ്പെടുത്തിയിരുന്നു. മോണിറ്ററിൽ അഭിനയിച്ച രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംവിധായകൻ തോളിൽ കൈയിട്ട് ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ആ ചിത്രത്തിന്റെ സെറ്റിൽ എനിക്ക് കഷ്ടപ്പാടായിരുന്നു. വെറുതെ ഒന്ന് നടക്കുന്ന രംഗം പോലും 25 പ്രാവശ്യം ടേക്ക് പോയി. എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ടതിന്റെ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ആലപ്പുഴയിൽ മറ്റൊരു യുവ നടിക്ക് നേരെയും പീഡനശ്രമം ഉണ്ടായത്. താമസിച്ച ഹോട്ടലിലെ ജീവനക്കാരൻ കള്ളത്താക്കോലിട്ട് മുറിയിൽ കയറുകയായിരുന്നു. ഒച്ചയിട്ട് ബഹളമുണ്ടാക്കിയതുകൊണ്ടാണ് ആ സംഭവത്തിൽ നിന്നും നടി രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഇയാളുടെ പേര് പുറത്തുവിടാൻ തയ്യാറായില്ല. ഞാൻ കടവുൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയ തമിഴ് നടിയാണ് മുരുകേശ്വരി. ഒരിക്കൽ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു മുരുകേശ്വരിക്ക് നേരെ പീഡനശ്രമം ഉണ്ടായത്. പ്രമുഖ ചാനൽ പരിപാടിയിലാണ് KPSC ലളിത തനിക്കുണ്ടായ പീഡനാനുഭവം വെളിപ്പെടുത്തിയത്. ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് അടൂർ ബാസിയാണെന്ന് ലളിത പറഞ്ഞു. വിവാഹം കഴിക്കാതെ കൂടെ നിർത്താനായിരുന്നു ശ്രമം. ഞാനതിന് വഴങ്ങിക്കൊടുക്കാതെയപ്പോൾ പല സിനിമകളിൽ നിന്നും എന്നെ പുറത്താക്കി. മദ്രാസിലെ വീട്ടിൽ മദ്യപിച്ച് വന്ന് നഗ്നനായി ബഹളമുണ്ടാക്കി. അടുത്ത ദിവസം ബഹദൂർ എത്തിയാണ് ബാസിയെ കൂട്ടിക്കൊണ്ടുപോയതത്രേ. മലയാളത്തിൽ ചില പ്രമുഖ സംവിധായകർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന് നടി പാർവതിയും വെളിപ്പെടുത്തിയിരുന്നു. മലയാളത്തിലാണ് ഈ ദുരനുഭവം ഉണ്ടായത്. മറ്റൊരു ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടില്ല എന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു. അത് അവരുടെ അവകാശം പോലെയാണ് ചോദിക്കുന്നത്. നമ്മുടെ മാന്യമായ സ്വഭാവത്തിലൂടെ അവരെ ഒതുക്കി നിർത്തുകയാണ് അവിടെ വേണ്ടതെന്ന് പാർവതി പറയുന്നു. താരെ സമീൻ പർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ ബോളിവുഡ് താരം ടിസ്ക ചോപ്ര മായാ ബസാർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് മലയാളത്തിലെത്തിയത്. ബോളിവുഡിലെ ഒരു പ്രമുഖ സംവിധായകൻ തന്നെ ഹോട്ടൽ മുറിയിൽ കൂടെ കിടക്കാൻ ക്ഷണിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു ഈ നടി. വളരെ മാന്യമായി ആ സംവിധായകനെ നടി ഒഴിവാക്കുകയും ചെയ്തു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.